വെൽക്കം ടു സാലം ലേണിംഗ് അൻറ്റമിസ് ആണ്. അപ്പം നമ്മുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ എക്സാം പോലെ തന്നെ ക്രിസ്മസ് എക്സാം കിടപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ USS എക്സാം കിടപ്പുണ്ട്, ഇനി അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ആനുവൽ എക്സാം കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ധാരാളം എക്സാംസുകൾ നമുക്ക് ഇനിയും ഫേസ് ചെയ്യാനുണ്ട്. സോ നമുക്കിനി വിശ്രമിക്കാനുള്ള ടൈമൊന്നും ഇല്ല അല്ലേ. നമ്മളെല്ലാവരും ഇനി വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമായ USSന് വേണ്ടി ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് USSന് പ്രധാനമായിട്ടും ബേസിക് സയൻസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ്. സോ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാനും കൂടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ഫോൾ ഓൺ എ റഫ് സർഫസ്? മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം അല്ലേ, നമുക്ക് കാഴ്ച കാണുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കാഴ്ച സാധ്യമാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന പ്രകാശത്തിന്റെ ഒരു പ്രതിഭാസം എന്താണ്? റിഫ്ലക്ഷൻ ആണ്, അതായത് പ്രതിപതനം. ഈ പ്രതിപതനം തന്നെ രണ്ട് തരത്തിലുണ്ട്. അതായത് നമ്മളിപ്പോ സർഫസുകൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എല്ലാ ഒബ്ജക്റ്റിന്റെ സർഫസും ഒരുപോലെയാണോ? അല്ലേ. ചില ഒബ്ജക്റ്റുകളുടെ സർഫസ് നല്ല സ്മൂത്ത് ആയിരിക്കും, ചില ഒബ്ജക്റ്റുകളുടെ സർഫസ് അത്യാവശ്യം റഫ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് സർഫസിലും ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പം അവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് രണ്ടും രണ്ട് രീതിയിലായിരിക്കും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനുസമല്ലാത്ത പ്രതലത്തില് പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മിനുസമല്ലാത്ത എന്ന് പറഞ്ഞാൽ റഫ് ആയിട്ടുള്ള സർഫസിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ അത് എങ്ങനെയാണ് തട്ടിത്തെറിച്ചു പോകുന്നത്? ഇറഗുലർ പാറ്റേണിലാണ്, അല്ലെങ്കിൽ ക്രമരഹിതമായിട്ടാണ്. സോ അങ്ങനെയുള്ള റിഫ്ലക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ഏതാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ വന്ന് പതിക്കുന്ന റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ പതിക്കുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? യെസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രമപ്രതിപതനം, അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ റിഫ്ലക്ഷൻ എന്താണെന്നും അത് രണ്ട് തരത്തിലുണ്ടെന്നും ആ രണ്ട് തരത്തിലുള്ള റിഫ്ലക്ഷൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നും മക്കൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദി മോളിക്യൂൾ ഈസ് കോൾഡ്. സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതി അല്ലെ. താപം വികിരണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ താപപ്രേഷണം നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പോയിന്റിൽ നമുക്ക് ഹീറ്റ് അനുഭവപ്പെട്ടാൽ ആ ഒരു വസ്തുവിൽ കംപ്ലീറ്റ് ആയിട്ട് അല്പസമയത്തിന് ശേഷം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നല്ല ചൂട് വെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂണ് മുക്കിയിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ആ സ്പൂണ് കംപ്ലീറ്റ് ആയിട്ട് ചൂടാവുന്നതായിട്ട്. അതായത് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? താപപ്രേഷണം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ, അല്ലെങ്കിൽ സ്ഥാനമാറ്റം മൂലമുണ്ടാവുന്ന താപപ്രേഷണ രീതി എന്താണ്? അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ് മക്കളെ? കൺവെക്ഷൻ, അല്ലെങ്കിൽ സംവഹനം വഴിയാണ്. നമ്മൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള താപപ്രേഷണ മെത്തേഡ്സ്, അല്ലെങ്കിൽ താപപ്രേഷണ രീതിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 1 കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അവിടെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, സ്ഥാനമാറ്റം ഇല്ല. അവിടെ ജസ്റ്റ് ഹീറ്റിനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു ബെഞ്ചിൽ കുറേ പിള്ളേരുണ്ടെങ്കിൽ ആ ഒരാൾക്ക് നമ്മളൊരു ബോൾ കൊടുത്താൽ അവരെന്ത് ചെയ്യും? ജസ്റ്റ് പാസ് ചെയ്ത് കളിക്കും. അതേ പ്രോസസ്സാണ് കണ്ടക്ഷനിൽ സംഭവിക്കുന്നത്. എന്ത് ചെയ്യുവാണ്? ഹീറ്റിനെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമേ ഉള്ളൂ. പക്ഷെ കൺവെക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ സംവഹനം പറയുമ്പോൾ എങ്ങനെയാണ്? അവിടെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ക്ലാസ്സിന്റെ കേസ് പറയുവാണെങ്കിൽ ഒരു ബെഞ്ചിൽ കുറേ കുട്ടികളുണ്ട്. ആ ഒരു കുട്ടിക്ക് നമ്മളൊരു ബോൾ കൊടുത്തു, എന്നിട്ട് ഏറ്റവും ലാസ്റ്റത്തെ കുട്ടീൻ്റെ കൊടുക്കാൻ പറയുമ്പോൾ അവരെങ്ങനെ ചെയ്യുന്നത്? പാസ് ചെയ്യുന്നതിന് പകരം ആ കുട്ടി എഴുന്നേറ്റിട്ട് നേരെ പോയിട്ട് ലാസ്റ്റത്തെ ആ ഒരു കുട്ടിക്ക് കൊടുക്കുന്നു. അതായത് അവിടെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി മോളിക്യൂൾസ് ഉണ്ട്, സ്ഥാനമാറ്റം ഉണ്ട്. അതാണ് നമ്മുടെ സംവഹനം, അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമം, അല്ലെങ്കിൽ മീഡിയം ആവശ്യമില്ലാതെ താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് നമ്മുടെ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഡ്യൂറിംഗ് ഡേ ടൈം വിൻഡ് ബ്ലൂസ് ഫ്രം ലാൻഡ് ടു സീ. പകൽ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. പിന്നെ അടുത്തത്, വാതകങ്ങൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുന്നു. ഗ്യാസസ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്. അടുത്തത്, ഡ്യൂറിംഗ് നൈറ്റില് അതായത് രാത്രി കടലിൽ നിന്നും കരയിലേക്കാണ് കാറ്റ് വീശുന്നത്. പിന്നെ ദ എബിലിറ്റി ഓഫ് ലാൻഡ് ആൻഡ് സീ ടു അബ്സോർബ് ഹീറ്റ് ഈസ് സെയിം. കരയ്ക്കും കടലിനും താപം സ്വീകരിക്കാനുള്ള കഴിവ്
തുല്യമാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നോരോന്നായിട്ട് നോക്കണം. ഫസ്റ്റത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഡേ ടൈമില് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. അപ്പൊ നമുക്കറിയാം കടൽക്കാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കരക്കാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പകല് നടക്കുന്ന കാറ്റ് ഏതാണ്? പകല് കടല്. ആ ഒരു പറയുമ്പോൾ ഉള്ള ഒരു സിമിലാരിറ്റി ആലോചിച്ചാൽ മതി. പകല് കടല്. പകൽ സമയം എന്താണ് സംഭവിക്കുന്നത്? കടൽക്കാറ്റാണ് സംഭവിക്കുന്നത്. ആ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിക്കുക. ഡേ ടൈമില് സീ ബ്രീസ് ആണ്. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? കടലിൽ നിന്നും കരയിലേക്കാണ്. അപ്പൊ ഒന്നാമത് വായിച്ചു വെക്കേ. ഡേ ടൈമില് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശിയാൽ അത് കരക്കാറ്റാണ്. കടൽക്കാറ്റാവണമെങ്കിൽ കടലിൽ നിന്നും കരയിലേക്ക് വീശണം. സോ ഇതെന്താണ്? തെറ്റാണ്. അടുത്ത പോയിന്റ്, ഗ്യാസസ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്. വാതകങ്ങൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുന്നു. അത് ശരിയാണല്ലേ? ഇപ്പൊ വാതകങ്ങളായിക്കൊള്ളട്ടെ, ദ്രാവകങ്ങളായിക്കൊള്ളട്ടെ, ഖരവസ്തുക്കളായിക്കൊള്ളട്ടെ, അവയൊക്കെ ഹീറ്റ് ചെയ്താൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ബി കറക്റ്റ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡ്യൂറിങ് നൈറ്റ്. രാത്രിയിൽ എന്താ സംഭവിക്കുന്നത്? കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. അത് തെറ്റാണ്. നമ്മൾ ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. പകൽ സമയത്ത് കടൽക്കാറ്റാണെങ്കിൽ രാത്രി സമയത്ത് കരക്കാറ്റാണ് അല്ലെ? നമ്മുടെ ലാൻഡ് ബ്രീസ് ആണ്. കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും നമ്മുടെ കടലിലേക്കാണ് വീശുന്നത്. സോ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ്. എബിലിറ്റി ഓഫ് ലാൻഡ് ആൻഡ് സീ ടു ഒബ്സോർബ് ഹീറ്റ് ഈസ് സെയിം. ശരിയാണോ? അല്ല. സോ ഇതും തെറ്റാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വൈദ്യുത പ്രവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം, ഒരു സിമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കമന്റ് ബോക്സിൽ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഫ്യൂസ് ഉണ്ട്, സെല്ലുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത് മാത്രമല്ല, ഇനി ധാരാളം ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ നിങ്ങൾക്ക് ഒരു സ്ക്രോൾ കാണാം. അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടാവും. ജസ്റ്റ് വേഗം തന്നെ വിളിക്കുക കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.